ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. പരീക്ഷകൾക്ക് നിരന്തരം ചോദിച്ചതാണ്. നമ്മുടെ PYQസിൽ നമ്മൾ ആഡ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ AC bridges. Derive the expression. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ചോദിക്കും derive the general expression എന്ന് ചോദിക്കാം. Derive the general expression for AC bridges. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് AC ബ്രിഡ്ജുകൾ നമ്മൾ പഠിച്ചു, ഹെയ്സ് ബ്രിഡ്ജ് പഠിച്ചു, ഷെറിങ്സ് ബ്രിഡ്ജ് പഠിച്ചു, അതേപോലെ തന്നെ മാക്സ്വെൽസ് ബ്രിഡ്ജും പഠിച്ചു. ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകളുടെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു സിമ്പിൾ AC ബ്രിഡ്ജ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ പൊതുവേ നമുക്കറിയാം AC ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കപ്പാസിറ്റൻസിൻ്റെ മെഷർമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്, ഒന്നുകിൽ കപ്പാസിറ്റൻസിൻ്റെ മെഷർമെൻറ്റ്, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ മെഷർമെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് AC ബ്രിഡ്ജുകളിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഏതൊരു ബ്രിഡ്ജ് സർക്യൂട്ടായാലും ബ്രിഡ്ജ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഏതൊരു ബ്രിഡ്ജും ബാലൻസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന ബ്രിഡ്ജ് സർക്യൂട്ടിലെ ഡിറ്റക്ടറിൽ കൂടെയുള്ള കറണ്ട് ത്രൂ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാനുള്ള കണ്ടീഷൻ. ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പം ഒരു ബ്രിഡ്ജ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 ആയിരിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ D എന്ന് പറയുന്ന ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഈ പറയുന്ന ബ്രിഡ്ജ് ബാലൻസ് ആവണമെങ്കിൽ D എന്ന് പറയുന്ന ഈ ഒരു ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 ആയിരിക്കണം. ഈ കറണ്ട് 0 ആണെങ്കിൽ ഈ രണ്ട് പോയിൻ്റ് B എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റും D എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0. നമ്മളെല്ലാവരും ഓംസ് ലോ പഠിച്ചവരാ അല്ലേ? ഓംസ് ലോ പഠിച്ച ആൾക്കാരാണ്. ഓംസ് ലോയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? V = IR എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബ്രിഡ്ജ് ബാലൻസ് ആവണമെങ്കിൽ ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 ആണെങ്കിൽ ഈ B എന്നും D എന്നും പറയുന്ന ഈ രണ്ട് പോയിന്റുകൾക്ക് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താം? VBD എന്ന് പറയുന്നത് 0 ആണ്. VBD 0 ആണ്. എന്തുകൊണ്ട് VBD 0 ആയി എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 ആണ് അല്ലേ? ഡിറ്റക്ടർ കറണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കറണ്ട് ത്രൂ ദ ഡിറ്റക്ടർ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ടാണ് ഇവിടെ VBD 0 ആയത്. ഇനിയാണ് നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാനുള്ളത്. അപ്പം നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സർക്യൂട്ട് ഞാനൊന്ന് മാറ്റി വരയ്ക്കാം. ആ സർക്യൂട്ട് ഞാൻ മൊത്തത്തിലൊന്ന് മാറ്റി വരയ്ക്കാൻ പോവാം. ഇത് Z1, പിന്നെയുള്ളത് Z2, ഇത് Z2, ഇത് Z3, ഇത് Z4. ഇതിനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ഇവിടെ. സൈനുസോയിഡൽ സിഗ്നലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് എന്തായി? 0 ആയി. ഇത് 0 ആവുമ്പം ഇത് പ്രധാനമായിട്ട് ഇത് രണ്ടും ഒരു കോമൺ പോയിൻ്റാണെന്നറിയാലോ. ഈ Z1-ൻ്റെയും Z2-ൻ്റെയും കോമൺ പോയിൻ്റാണിത്. Z3-യുടെയും Z4-ൻ്റെയും കോമൺ പോയിൻ്റാണിത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇ എം എഫ് ആയ ഇ എന്ന് പറയുന്ന ഇ എം എഫ് എന്തിനൊക്കെ ബാധകമായിരിക്കും? ഈ 4 എലമെൻറ്റുകൾക്കും ബാധകമാണ്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 ആയി എന്ന് പറയുന്നു. അപ്പം ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 ആകുമ്പം ഇത് 2 സർക്യൂട്ടുകളായിട്ട് മാറും. മനസ്സിലാക്കണേ, ഈ പറയുന്നത് 2 സർക്യൂട്ടുകളായിട്ട് മാറും. ഏതൊക്കെയാണ് 2 സർക്യൂട്ടുകൾ? ഒന്ന് Z1 Z2, ഇത് ഒരു ഇ എം എഫ്. Z1 Z3 ഈ ഒരു ഇ എം എഫിൻ്റെ ഒരു ഭാഗം. അതേപോലെ Z2 Z4 ഒരു ഇ എം എഫിൻ്റെ ഒരു ഭാഗം. മനസ്സിലായോ? ഈ പറഞ്ഞ ഡിറ്റക്ടറിലെ കോമൺ പോയിൻ്റ് പോയി. അപ്പം Z1ഉം Z3യും ഈ പറയുന്ന ഇ എം എഫിൻ്റെ സോഴ്സ്. അപ്പം ഞാനിവിടെ ഒന്ന് വരയ്ക്കാതെ Z1 Z3 ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ 2 പോയിൻറ്റുകളെ കണക്ട് ചെയ്യുന്ന ഒരു ഇ എം എഫിൻ്റെ സോഴ്സ്, ഒരു ഇ എം എഫിൻ്റെ സോഴ്സ്. അതാണ് നമ്മൾ ഈ വരച്ചതാണ് ഈ ഒരു ഭാഗം. Z1 Z3 അത് നേരെ എന്ത് ചെയ്തു? ഒരു ഇ എം എഫുമായി കണക്ട് ചെയ്തു. സിമിലർലി Z2 Z4ഉം അതേപോലെ തന്നെ ഒരു ഇ എം എഫിൻ്റെ സോഴ്സ്. അപ്പോൾ ഇവിടെ ഇത് Z2, ഇത് Z4 ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇ എം എഫിൻ്റെ ഒരു സോഴ്സ് ഇവിടെയും കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ആദ്യം ചെയ്ത കാര്യം ഡിറ്റക്ടറിലുള്ള കറണ്ട് 0 ആയാലേ നമ്മുടെ ബ്രിഡ്ജ് എന്താവുള്ളൂ? ബാലൻസ്ഡ് ആവുള്ളൂ. ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡിറ്റക്ടറിലുള്ള കറണ്ട് 0 ആക്കി. ആ സമയത്ത് ബി എന്ന് പറയുന്ന പോയിൻറ്റിനും ഡി എന്ന് പറയുന്ന പോയിൻറ്റിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആയി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ എന്തില്ല? ഒരു വോൾട്ടേജും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായി? ഈ ഒരു ഫോമിലേക്കായിട്ട് മാറി. ഈ സർക്യൂട്ടിൽ 2 പാർട്ടുകളാക്കി നമ്മൾ. ഒന്ന് Z1 Z3 സീരീസ് ആണല്ലോ. Z1ഉം സീരീസും പാരലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഫിസിക്സ് പഠിച്ചാണല്ലോ. Z1ഉം Z3യും സീരീസ്. അതിനെ എക്സൈറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഈ ഒരു ഇ എം എഫ് ആയ ഇ. ഇതേപോലെ Z2ഉം Z4ഉം മറ്റൊരു സർക്യൂട്ട്, അതിനും ഇ എം എഫ് ഉണ്ട്. കാരണം ഇ എം എഫ് എന്ന് പറയുന്നത് ഈ 4 എണ്ണത്തിനും എക്സിസ്റ്റ് ആണ്. ഇത്രയും ഭാഗം കിട്ടിയല്ലോ. ഇനി നമ്മൾ പഠിക്കുന്ന അടുത്തൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസസ്. ഇവിടെ നമ്മൾ ഇംപെഡൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും സെയിം തന്നെ. ഒരു എ സി സർക്യൂട്ടിലുള്ള ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇംപെഡൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ പണ്ട് പഠിച്ചൊരു പോയിൻ്റ് കൂടെ ഒന്നുകൂടെ മനസ്സിലാക്കുക. എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് റെസിസ്റ്റൻസസിനെ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പം ഉള്ള സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. സെയിം കറണ്ട്. റെസിസ്റ്റൻസസിനെ നിങ്ങൾ സീരീസിൽ കണക്ട് ചെയ്താൽ ഈ പറയുന്ന എലമെൻറ്റുകളിൽ കൂടി സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. സെയിം കറണ്ട് ഫ്ലോ ചെയ്യും. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ Z2ഉം Z4ഉം സീരീസ് അല്ലേ? അപ്പോൾ അതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്നതും എന്ത് തന്നെയായിരിക്കും? സെയിം കറണ്ട് ആയിരിക്കും. ആണല്ലോ? ഇനി ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിങ്ങൾ നോക്കിയേ, Z1ൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I1. Z3യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? ഈ 2 എലമെൻറ്റുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കുമല്ലോ. കറണ്ട് സെയിം ആയിരിക്കും. അപ്പം നമുക്കൊരു കണ്ടീഷൻ എത്താലോ. I1 എന്ന് പറയുന്നതും I3 എന്ന് പറയുന്നതും ഈക്വലാണ്. I1 എന്ന് പറയുന്നതും I3 എന്ന് പറയുന്നതും ഈക്വലാണ്. കിട്ടിയോ? എന്തുകൊണ്ട് I1ഉം I3യും ഈക്വൽ ആയി എന്നുള്ളത് കൺഫ്യൂഷൻ വരരുത്. അതായത് ഈ ബ്രിഡ്ജ് ബാലൻസ് ആയി കഴിഞ്ഞാൽ ഈ Z1ഉം Z3യും സീരീസാണ്. സീരീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? സെയിം കറണ്ട് ആയിരിക്കും എലമെൻ്റ് കൊണ്ട് പാസ് ചെയ്യുക. Z1 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. Z3യുടെ I3 ആണ് ശരിക്കും ഇവിടെ ഫ്ലോ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതെന്താണ്? ഈ എലമെൻറ്റുകൾ സീരീസ് ആയതുകൊണ്ട് ഈ 2 കറണ്ടും സെയിം ആയിരിക്കും. 2 കറണ്ടും സെയിം ആയിരിക്കും. അതേപോലെ ഇവിടെ നോക്കൂ, I2 Z2ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I2. Z4ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്
I4. ഈ Z2ഉം Z4ഉം സീരീസാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഈ I2ഉം I4ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതെന്തുകൊണ്ട് എന്നുള്ളത് ചോദിക്കത്തില്ല, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, Z2ഉം Z4ഉം സീരീസാണ്. അപ്പോൾ ഇതിലെ കൂടി സെയിം കറണ്ട് ഫ്ലോ ചെയ്യും. Z1ഉം Z3ഉം സീരീസാണ്. അതുകൊണ്ട് സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത് എന്ന പോയിൻ്റ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കണ്ടീഷൻ എത്താം I1 ഈസ് ഈക്വൽ ടു I3. അതേപോലെ തന്നെ I1 ഈസ് ഈക്വൽ ടു I3, ദെൻ I2 ഈസ് ഈക്വൽ ടു I4 എന്ന് പറയുന്ന ആ കണ്ടീഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാൻ 2 കണ്ടീഷൻസാണ് പറയുന്നത്. അതിൽ ഒരു കണ്ടീഷനെ ഞാനിപ്പം പറഞ്ഞിട്ടുള്ളൂ. ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുമ്പം ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് സെയിം ആണ്. ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കണം? സെയിം അല്ല, 0 ആയിരിക്കണം. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടു ബി എന്ന് പറയുന്നതും എ ടു ഡി എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. എ ടു ബി എന്ന് പറയുന്നതും എ ടു ഡി എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. അതേപോലെ പൊട്ടൻഷ്യൽ അക്രോസ് ബി ടു സിയും സി ടു ഡിയും ഈക്വൽ ആയിരിക്കണം. അപ്പം ഒരു ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാനുള്ള കണ്ടീഷനും കൂടെ ഞാനൊന്ന് പറയാം. അതായത് ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 കണ്ടീഷൻസാണ് ഒരു ബ്രിഡ്ജ് ബാലൻസ് ആവണമെങ്കിൽ. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ഡിറ്റക്ടർ 0 ആയിരിക്കണം. അതായത് ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. കറണ്ട് ത്രൂ ഡിറ്റക്ടർ 0 ആയിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് അഡ്ജസൻറ്റ് ആമുകൾ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് അഡ്ജസൻറ്റ് ആമുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അഡ്ജസൻറ്റ് ആം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതും അടുത്തടുത്തല്ലേ, ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കുക. അതായത് VABയും VADയും ഈക്വൽ ആയിരിക്കുക. VAB ഈസ് ഈക്വൽ ടു VAD ആൻഡ് സിമിലർലി VBC ഈസ് ഈക്വൽ ടു VBC ഈസ് ഈക്വൽ ടു VCD. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ് ആവാനുള്ള 2 കണ്ടീഷൻസാണ് ഇത്. നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ ഇത് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു ബ്രിഡ്ജ് ബാലൻസ് ആവാൻ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 ആയിരിക്കണം. പിന്നെ ഈ പറയുന്ന നമ്മളുടെ ആമുകൾ, അതായത് ഈ ബ്രിഡ്ജ് സർക്യൂട്ടിലെ ആംസിന് അക്രോസ് ആയ വോൾട്ടേജുകൾ ഈക്വൽ ആയിരിക്കണം. ഒരു സൈഡിലുള്ള വോൾട്ടേജുകളൊക്കെ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഒരേ സൈഡാണ് നോക്കേണ്ടത്. ഇവിടെ VAB VAD രണ്ടും ഒരേ സൈഡ്. അതേപോലെ BBCയും VCDയും ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാം. VAB ആൻഡ് VAD ഇതാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. 2 സെയിം ആയതുകൊണ്ട് ഞാൻ ഒരു കണ്ടീഷൻ എടുത്തിട്ടാണ് ഈ ഭാഗം സോൾവ് ചെയ്യാൻ പോകുന്നത്. VAB ഈസ് ഈക്വൽ ടു VAD എന്ന് എടുക്കുന്നു. ശ്രദ്ധിച്ചോളൂ, ഇവിടെ ശ്രദ്ധിക്കുക. VAB എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് അല്ലേ, ഈ VAB നമ്മളോട് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് E1 എന്നാണ്. VABയെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് E1. അതെന്താ അവിടെ വന്നത്? I1 Z1. എന്താണ്? I1 Z1. അപ്പോൾ VAB എന്ന് പറഞ്ഞാൽ VAB ഇസ് ഈക്വൽ ടു E1 ആണ്. അതെന്താണ്? I1 Z1 ആണ്. എന്താണ്? I1 Z1 ആണോ? തൽക്കാലം ഞാനിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഇനി VADയെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത് നോക്കാം. VADയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് E2 എന്നാണ് അല്ലേ. VADയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് E2 എന്നാണ്. ആണോ? VAD എന്ന് പറഞ്ഞാൽ E2 ആണ്. E2 എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ഓംസ് ലോ I2 ഇൻറ്റു Z2. അറിയാലോ, Z എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസസിന് സിമിലറാണ്. നിങ്ങൾക്ക് അതൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായി പറയാത്തത്. I2 ഇൻറ്റു Z2 എന്ന് എഴുതാം.
ഇത് ഇക്വേഷൻ നമ്പർ 2 അല്ലേ. അപ്പോൾ VAB E1 I1 Z1 VAD E2 I2 Z2. ഇനി ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ബാലൻസ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു? VABയും VADയും ഈക്വൽ ആവണം. അതായത് VAB ഈസ് ഈക്വൽ ടു VAD എന്ന് പറഞ്ഞാൽ E1 ഈസ് ഈക്വൽ ടു E2 അല്ലേ. അതായത് I1 Z1 ഈസ് ഈക്വൽ ടു I2 Z2. VAB ഈസ് ഈക്വൽ ടു VAD എന്ന് വെച്ചാൽ E1 ഈസ് ഈക്വൽ ടു E2 ദാറ്റ് ഈസ് ഈക്വൽ ടു I1 Z1 ഈസ് ഈക്വൽ ടു I2 Z2. നമ്മൾ നേരത്തെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ പറയുന്ന Z1ഉം Z3യിലൂടെയും ഫ്ലോ ചെയ്യുന്നു. Z1ലൂടെ കറണ്ട് Z1ലൂടെയും Z3യിലൂടെയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. ആണല്ലോ, സെയിം കറണ്ട്. അതായത് ശരിക്കും നമ്മുടെ സർക്യൂട്ട് പ്രകാരം Z1ലൂടെ I1ഉം Z3യിലൂടെ I3 ആണ്. പക്ഷേ ഈ എലമെൻറ്റുകൾ സീരീസ് ആയതുകൊണ്ട് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. അതായത് അതിൻ്റെ മീനിങ് എന്താ? I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു അല്ലേ. I1ഉം I3യും സെയിം ആണ് എന്ന് എഴുതി വെച്ചു. എങ്ങനെയാണ് നമ്മൾ I1 കണ്ടുപിടിക്കുക? I1 എന്ന് പറഞ്ഞാൽ അവിടെയും നമുക്ക് ഓംസ് ലോ ഉപയോഗിക്കാം. നമുക്കറിയാം V ഈസ് ഈക്വൽ ടു IR ആണ് ഓംസ് ലോ അല്ലേ. അങ്ങനെ I എങ്ങനെ എഴുതാം? V/R. I എങ്ങനെ എഴുതാം? V/R. ഇവിടെ വോൾട്ടേജ് ഏതാണ്? സോഴ്സ് ഓഫ് EMF ആണ് അല്ലേ. സോഴ്സ് ഓഫ് EMF ആയ E ആണ്. R എന്ന് പറഞ്ഞാലോ ഈ രണ്ട് എലമെൻറ്റുകൾ സീരീസാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് റെസിസ്റ്റൻസസ് സീരീസായി കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ സമ്മായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? Z1 പ്ലസ് Z3 അല്ലേ. അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസായി കണക്ട് ചെയ്താൽ ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി കോമ്പിനേഷൻ ഓഫ് ടു. രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനായിട്ടാണ് എഴുതേണ്ടത്. അപ്പം I1 ഈസ് ഈക്വൽ ടു I3 എന്ന് നമുക്ക് എന്ത് കിട്ടി? E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3. ഇതേപോലെ Z2ഉം Z4ഉം സീരീസാണ്. Z2ലൂടെ ഫ്ലോ ചെയ്ത കറണ്ട് I2, Z4ലൂടെ ഫ്ലോ ചെയ്ത കറണ്ട് I4 ആയിരുന്നു. രണ്ട് എലമെൻറ്റുകൾ സീരീസ് ആയതുകൊണ്ട് ഇതിലേക്കൂടെയും സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പം I2 ഈസ് ഈക്വൽ ടു I4 എങ്ങനെ എഴുതാം? E ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4. E ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4 എന്ന് എഴുതാം. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? I1 Z1 ഈസ് ഈക്വൽ ടു I2 Z2 എന്ന് നമുക്ക് കിട്ടി. തൽക്കാലം ഞാനതിനെ ഇക്വേഷൻ നമ്പർ 3 ആയി കൊടുക്കാം. ഇവിടെ I1നും I2നും ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. എങ്ങനെയാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് നോക്കിയോ? I1 എന്ന് പറഞ്ഞാൽ E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3 ഇൻറ്റു Z1 ഈസ് ഈക്വൽ ടു I2 എന്താണ്? E ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4 ഇൻറ്റു Z2. ഓക്കെ, E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3 ഇൻറ്റു Z1 ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4 ഇൻറ്റു Z2 എന്ന് നമുക്കിവിടെ എഴുതി വയ്ക്കാം. 2 എന്ന് നമുക്ക് എഴുതി വയ്ക്കാം അല്ലേ. ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഈ രണ്ട് ഭാഗത്തും കോമൺ ആണ്, ഞാൻ ക്യാൻസൽ ചെയ്യാണ്. ഇയും പോയി. ബാക്കി എന്താ ഉള്ളത്? Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3 ഈസ് ഈക്വൽ ടു Z2 ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4 എന്ന് കിട്ടി. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. Z1നെ Z2 പ്ലസ് Z4 കൊണ്ടും Z1 പ്ലസ് Z3യെ Z2 കൊണ്ടും, അതായത് Z1 ഇൻറ്റു Z2 പ്ലസ് Z4 ഈസ് ഈക്വൽ ടു Z2 ഇൻറ്റു Z1 പ്ലസ് Z3. Z1 പ്ലസ് Z3 നോക്കിക്കോളൂ. Z1 ഇൻറ്റു Z2, Z1 ഇൻറ്റു Z2 പ്ലസ് Z1 ഇൻറ്റു Z4 ഈസ് ഈക്വൽ ടു Z2 ഇൻറ്റു Z1 പ്ലസ് Z2 ഇൻറ്റു Z3 അല്ലേ.
ഇവിടെ നോക്കൂ, Z1 Z2, ഇവിടെ Z2 Z1 സെയിം ആണല്ലോ. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഈ രണ്ട് ഭാഗം, അതായത് ഈ ഒരു ടേമും കട്ടായി, ഈ ഒരു ടേമും കട്ടായി. ബാക്കി എന്താ ഉള്ളത്? Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3. Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചിരിക്കേണ്ട സംഗതികൾ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു AC ബ്രിഡ്ജിനെ എപ്പോഴും നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് ഒരു AC സിഗ്നൽ വെച്ചിട്ടായിരിക്കും. ആദ്യം നമ്മൾ നോക്കേണ്ടത് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവണം. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാൻ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഒന്ന്, ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 ആയിരിക്കണം. അതേപോലെ ഈ ഒരു സൈഡിലുള്ള ആംസിനെ ക്രോസായ വോൾട്ടേജ്, അതായത് ഇവിടെ ഇപ്പം ഈ സൈഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ VABയും VADയും ഈക്വൽ ആവുക, അല്ലെങ്കിൽ VBCയും VCDയും ഈക്വൽ ആവുക. കിട്ടിയോ? VCDയും ഈക്വൽ ആവും. ഒരു സൈഡ് എടുത്താൽ മതി, കുഴപ്പമില്ല. ഇനി അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ ബ്രിഡ്ജ് ബാലൻസ്ഡായ സർക്യൂട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രിഡ്ജിനെ രണ്ട് പാർട്ടുകളാക്കി മാറ്റി. കാരണം ഈ പറയുന്ന സോഴ്സ് ഓഫ് EMF 4 എലമെൻറ്റുകൾക്കും ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയ സ്ഥിതിക്ക് ഇതെന്താണ്? Z1ഉം Z3യും സീരീസായി സോഴ്സ് ഓഫ് EMFന്, അതേപോലെ Z2ഉം Z4ഉം ഈ സോഴ്സ് ഓഫ് EMFന് നമ്മൾ കണക്ട് ചെയ്ത് രണ്ട് സർക്യൂട്ടാക്കി മാറ്റി. ഇവിടെ നമുക്കറിയാം എലമെൻറ്റുകൾ സീരീസാണ്. എലമെൻറ്റ് മീൻസ് റെസിസ്റ്റീവ് എലമെൻറ്റുകളാണ്. ഈ പറയുന്ന എലമെൻറ്റുകൾ സീരീസ് ആണെങ്കിൽ അതിലേക്കൂടി സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ശരിക്കുള്ള ഇക്വേഷൻ സർക്യൂട്ട് പ്രകാരം Z1ലൂടെ I1, Z2ലൂടെ I2, Z3ലൂടെ I3, Z4ലൂടെ I4 ആണ്. പക്ഷേ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. ബാലൻസ് ആയി കഴിഞ്ഞു. ബാലൻസ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? Z1ഉം Z3യും സീരീസാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എലമെൻറ്റുകൾ സീരീസായിട്ട്, അതായത് റെസിസ്റ്റീവ് എലമെൻറ്റുകളെ സീരീസായിട്ട് കണക്ട് ചെയ്താൽ സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ Z1ലൂടെയും Z3ലൂടെയും സെയിം കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V ഈസ് ഈക്വൽ ടു IR ആണ്. അങ്ങനെയാണെങ്കിൽ I എന്ന് പറഞ്ഞാൽ V/R. V എന്ന് പറയുന്നത് ഇവിടെ ഏതാ? സോഴ്സ് ഓഫ് EMF. R എന്ന് പറയുന്നതോ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതേതായിരിക്കും? ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ. എന്തുകൊണ്ട് കോമ്പിനേഷൻ എടുത്തു? ഈ രണ്ട് എലമെൻറ്റുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അല്ലേ? അപ്പോൾ I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3 എന്ന് കിട്ടി. ഇനി ഇതേപോലെ രണ്ടാമത്തെ സർക്യൂട്ടിൽ നമുക്ക് ചെയ്യാം. I2 ഈസ് ഈക്വൽ ടു I4 ഈസ് ഈക്വൽ ടു E ഡിവൈഡ് ബൈ Z2 പ്ലസ് Z4. നമ്മൾ ബ്രിഡ്ജ് ബാലൻസ് ചെയ്തപ്പം പറഞ്ഞു VAB ഈസ് ഈക്വൽ ടു VAD. ഇവിടെ നമ്മുടെ സർക്യൂട്ട് പ്രകാരം VAB എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലേ? അതിനെന്തായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? E1 ആയിട്ടാണ്. അപ്പം E1 എന്ന് പറഞ്ഞാൽ VABക്ക് ഈക്വലാണ്, അതായത് I1 ഇൻറ്റു Z1. അതേപോലെ VAD എന്ന് പറഞ്ഞാൽ E2 ആണ്, അതായത് I2 ഇൻറ്റു Z2, I2 ഇൻറ്റു Z2, അല്ലേ? ഇത് രണ്ടും സെയിം ആണ് എന്ന് പറഞ്ഞാൽ E1, ഈ VABയും VADയും സെയിം ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? E1 ഈസ് ഈക്വൽ ടു E2. E1 എന്ന് പറഞ്ഞാൽ I1 ഇൻറ്റു Z1 ആണ്. E2 എന്ന് പറഞ്ഞാൽ I2 ഇൻറ്റു Z2. അതിനുശേഷം I1ഉം I2ഉം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ കോമൺ ആണ് രണ്ട് സൈഡിലും, അതിനെ ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3, Z2 ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4. ഇത്രയും ഭാഗം കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. Z1നെ Z2 പ്ലസ് Z4 കൊണ്ടും Z2നെ Z1 പ്ലസ് Z3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? Z1 Z2 Z1 Z4 ഈസ് ഈക്വൽ ടു Z2 ഇൻറ്റു Z1 പ്ലസ് Z2 ഇൻറ്റു Z3. അപ്പം നമുക്ക് എന്ത് കിട്ടി? കോമൺ ടേംസ് ആയ Z1 Z2നെ ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3 എന്ന് നമുക്കിവിടെ കിട്ടി. അപ്പം ഇതാണ് AC ബ്രിഡ്ജസിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്.
3 മാർക്കിനും 7 മാർക്കിനും ചോദിക്കാം. മുമ്പ് ഒരു വർഷം ഇത് 3 മാർക്കിനാണ് ചോദിച്ചത്. വളരെ എളുപ്പമാണിത്. 1-2 തവണയൊന്ന് കണ്ടു നോക്കണം, കണ്ടാലേ ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷനായിട്ട് മാറും. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് കാണുക, പഠിച്ചുറപ്പിക്കുക. ഓക്കെ, താങ്ക് യു.